ഞാനന്ന് വീട്ടിലെത്തിയപ്പോൾ ഏതാണ്ട് സമയം 11 മണിയോട് അടുത്തിരുന്നു. ജോലി കഴിഞ്ഞ് ക്ലബിൽ കയറി ഒരു 4 എണ്ണം അടിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചത്, എന്നത്തെയും പോലെ. പക്ഷേ അന്ന് ട്രാഫിക് മൂലം കുറച്ച് വൈകി. ഞാനെത്തി എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാൾ കൂടി അപ്പാർട്ട്മെൻറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. ആളൊരു സൈലൻ്റ് മനുഷ്യനാണ്. ഡ്യൂട്ടി കഴിഞ്ഞാൽ വീട്, അതാണ് പുള്ളിയുടെ ഒരു രീതി. അധികം സംസാരമൊന്നുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊരു ശല്യവുമില്ല. ഞാൻ റൂമിലെത്തി ഡ്രസ്സ് മാറി പതിവ് പോലെ സോഫയിലിരുന്ന് അന്നത്തെ ഫുട്ബോൾ മാച്ച് കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. കള്ള് നല്ല രീതിയിൽ തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. എന്നാലും ബോധമുണ്ട് എനിക്ക്. 1 മണിക്കൂർ കഴിഞ്ഞ് കാണും എൻ്റെ കൂടെ താമസിക്കുന്ന ആൾ റൂമിലെത്തി. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ എഴുന്നേറ്റ് പോയി നോക്കാൻ നിന്നില്ല. അയാൾ വന്നതും പിന്നീട് ബാത്റൂമിൽ കയറുന്ന ശബ്ദവുമൊക്കെ ഞാൻ ഫുട്ബോൾ കളി കാണുന്നതിനിടയിലും കേൾക്കുന്നുണ്ട്. ഒരു സ്ഥിരം പരിപാടി ആയതുകൊണ്ട് തന്നെ വലിയ ശ്രദ്ധയൊന്നും ഞാനതിന്മേൽ കൊടുക്കാൻ പോയില്ല. കളി കണ്ടുകൊണ്ടിരിക്കെ ഞാനൊന്ന് മയങ്ങിപ്പോയി. എത്ര നേരം മയങ്ങിയെന്നറിയില്ല. പെട്ടെന്ന് ഞാൻ എന്തോ സ്വപ്നം കണ്ട് ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഞാൻ സോഫയിൽ തന്നെയാണ്. എൻ്റെ ലാപ്ടോപ്പിൽ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ബാത്റൂമിലെ ഷവറിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. ഞാൻ സമയം നോക്കി, 3 മണി. ഇയാൾ എത്ര നേരമായിട്ടും കുളിച്ച് കഴിഞ്ഞില്ലേ എന്ന് കരുതി. ചിലപ്പോൾ ഷവർ ഓഫ് ചെയ്യാൻ മറന്നുപോയതാവും എന്ന് കരുതി ഞാൻ ബാത്റൂമിൻ്റെ സൈഡിലേക്ക് നടന്നു. ഷവർ അപ്പോഴും ഓണാണ്. നല്ല രീതിയിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ അവൻ്റെ മുറിയിലേക്ക് പോയി നോക്കി. മുറിയിൽ അവനെ കാണാനില്ല. തിരികെ വന്ന് ഞാൻ ബാത്റൂമിൻ്റെ ഡോറിൽ തട്ടി വിളിച്ചു. അകത്തു നിന്ന് ഒരു മറുപടിയും വന്നില്ല. വീണ്ടും വീണ്ടും ഞാൻ അവൻ്റെ പേര് വിളിച്ച് തട്ടി നോക്കി. നോ ആൻസർ. ഞാൻ നല്ല രീതിയിൽ തന്നെ ശക്തിയായി ബാത്റൂമിൻ്റെ ഡോറിൽ ഇടിച്ചു. ഇത് പണിയാണല്ലോ എന്നെനിക്ക് തോന്നി. അവനെന്തെങ്കിലും സംഭവിച്ചു കാണുമോ? ഞാൻ ഉടനെ പോലീസിനെ വിളിച്ചു. അവർ എന്നോട് കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ചു. ഞാൻ എല്ലാ കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പോഴാണ് എൻ്റെ മൊബൈലിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ കാണുന്നത്. ഇത് ഇപ്പോൾ ഞാൻ ബാത്റൂമിലുണ്ട് എന്ന് കരുതിയ എൻ്റെ റൂംമേറ്റ് അയച്ച മെസ്സേജാണ്. ഏതാണ്ട് 2 മണിക്കൂറായിട്ടുണ്ട് മെസ്സേജ് വന്നിട്ട്. മെസ്സേജ് ഇങ്ങനെ: എടാ, ഞാൻ വരാൻ വൈകും. എനിക്ക് കുറച്ച് എമർജൻസി വർക്ക് ഓഫീസിൽ പെൻഡിങ് ഉണ്ട്. അത് തീർത്തിട്ടേ ഞാൻ എത്തുകയുള്ളൂ. ലേറ്റാവും. ഇത് വായിച്ചതും എൻ്റെ മൊത്തം കിളി പാറി. ഞാനുടനെ ഷൂ റാക്കിൽ അവൻ്റെ ഷൂ ഉണ്ടോ എന്ന് നോക്കി. ഇല്ല, അവൻ എത്തിയിട്ടില്ല. പിന്നെ നേരത്തെ ഞാൻ അകത്ത് കയറിയപ്പോൾ ലോക്ക് ചെയ്ത വാതിൽ തുറന്ന് അകത്ത് കയറിയത് ആരാണ്? ബാത്റൂമിലപ്പോൾ ആരാണ് കുളിച്ചുകൊണ്ടിരിക്കുന്നത്? മാത്രമല്ല, എൻ്റെ റൂംമേറ്റ് ഒരിക്കലും എനിക്ക് മെസ്സേജ് ഇങ്ങനെ അയക്കാറുമില്ല. ഞാൻ അവനെ ഉടനെ തിരിച്ചു വിളിച്ചു. ആദ്യത്തെ റിങ്ങിൽ തന്നെ ഒന്ന് കിടുങ്ങി. അവൻ്റെ മൊബൈൽ കിച്ചണിലിരുന്ന് അടിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കും? 2 മണിക്കൂർ മുമ്പ് ഇവനെനിക്ക് മെസ്സേജ് അയച്ച അവൻ്റെ മൊബൈലാണ് ഇപ്പോൾ എൻ്റെ കൺമുമ്പിലിരുന്ന് അടിക്കുന്നത്. അവൻ്റെ ഷൂ ആണെങ്കിൽ റാക്കിലില്ല. ബാത്റൂമിലാണെങ്കിൽ ഷവർ ഓണാണ്. വിളിച്ചിട്ട് യാതൊരു മറുപടിയും അകത്തു നിന്നില്ല. എന്തോ പിടിവിട്ട വള്ളിയാണെന്ന് എനിക്ക് ഉറപ്പായി. ഉടനെ ഞാൻ റൂമിൻ്റെയും വണ്ടിയുടെയും ചാവി എടുത്ത് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. നേരെ ഞാൻ അപ്പാർട്ട്മെൻറ്റ് ഗ്രൗണ്ട് ഫ്ലോർ ലോബിയിലെത്തി. അപ്പാർട്ട്മെൻറ്റിന് നേരെ ഒരു മക്ഡൊണാൾഡ് ഷോപ്പുണ്ട്. അത് 24 അവറാണ്. നേരെ അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്നിരുന്നതിന് ശേഷം ഒന്ന് നീട്ടി ശ്വാസമെടുത്തു. അപ്പോഴേക്കും പോലീസ് എന്നെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് എന്നോട് ഓൺ ദ വേ ആണെന്ന് പറഞ്ഞു. എന്നോടിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ അവരോട് കാര്യമൊക്കെ പറഞ്ഞു. എന്നാൽ അവിടെ തന്നെ നിൽക്കാനും എങ്ങോട്ട് പോകരുത് എന്നും പറഞ്ഞു. അവർ ഫോൺ വെച്ച ശേഷം എനിക്കാകെ ടെൻഷനായി. എന്താണ് എൻ്റെ റൂംമേറ്റിന് സംഭവിച്ചത്? എന്തായാലും ബാത്റൂമിൽ അവനല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എനിക്കവൻ അയച്ച മെസ്സേജ് അതവൻ്റെ നമ്പറിൽ നിന്നുമാണ് അയച്ചത് തന്നെ. കാരണം അങ്ങനെ ഒരു മെസ്സേജ് അവനെന്തിന് റൂമിലുള്ളപ്പോൾ അയക്കണം? അതും ഇതുവരെ ഒരു മെസ്സേജ് പോലും അയക്കാത്തയാളാണ്. എന്തോ അങ്ങോട്ട് എത്ര കൂട്ടിക്കിഴിച്ചിട്ടും കിട്ടുന്നില്ല. ഞാൻ പതിയെ മക്ഡൊണാൾഡിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവിടെ നിന്ന് നോക്കിയാൽ എനിക്ക് എൻ്റെ റൂമിൻ്റെ ബാൽക്കണി കാണാം. ഞാൻ ബാൽക്കണിയിലേക്ക് നോക്കി. എൻ്റെ
ചങ്കിലൂടെ ഒരു ശക്തിയായ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. ബാൽക്കണിയിൽ ഒരു കറുത്തിരണ്ട രൂപം, നല്ല പൊക്കമുണ്ട്, ഒരു 6 അടിക്ക് മേലെ. അയാൾ അനങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ചുറ്റും നോക്കി. റോഡിലധികം വണ്ടികളില്ല, പോലീസാണെങ്കിൽ എത്തിയിട്ടുമില്ല. ഞാൻ ഒന്നുകൂടി ആ രൂപത്തെ സൂക്ഷിച്ചു നോക്കി. അതങ്ങനെ തന്നെ അനങ്ങാതെ റോഡിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഇനി അതെന്നെയാണോ നോക്കുന്നത്? മുഖം അത്രയ്ക്ക് അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. ഇനി എങ്ങാനും ആ രൂപമായിരുന്നു അന്നേരം ബാത്റൂമിൽ? ഞാൻ ഒന്നുകൂടി മുമ്പിലേക്ക് നീങ്ങി നിന്ന് നോക്കി. അത് പതിയെ മുൻപോട്ടും പുറകോട്ടും ചലിക്കുന്നുണ്ട്. റൂമിൽ നിന്നും അന്നേരം ഇറങ്ങിപ്പോകുന്നത് നന്നായി. എന്തായാലും ഇതെൻ്റെ റൂംമേറ്റല്ല, നല്ല പൊക്കമുണ്ട്. ഞങ്ങളുടെ 2 പേരുടെ പരിചയത്തിലും ഇത്ര പൊക്കമുള്ള ആളില്ല എന്ന് ഉറപ്പാണ്. അപ്പോഴേക്കും പോലീസ് എത്തി. പക്ഷെ പോലീസ് എത്തുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് ആ രൂപം എൻ്റെ കൺമുമ്പിൽ നിന്നും മാഞ്ഞ് ഇല്ലാതെയായി. പോലീസ് എന്നെ കുറച്ച് മാറി വണ്ടി ചവിട്ടി ഞാൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവരോട് മൊത്തം നടന്ന കാര്യങ്ങൾ പറഞ്ഞു. പോലീസ് ഈ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് വീണ്ടും ഒന്ന് എൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിലേക്ക് നോക്കിയപ്പോൾ ഹാളിൽ നിന്നും ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. മുമ്പ് ഞാൻ പറഞ്ഞ രൂപത്തെ കാണുമ്പോൾ ആ ഡോർ അടഞ്ഞു കിടക്കുകയായിരുന്നു. പോലീസിനോട് ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ട് കഴിഞ്ഞ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ റൂമിൽ കയറിയെന്ന് പറയുന്ന ആളുടെ കയ്യിൽ എന്തെങ്കിലും ആയുധമുണ്ടായിരുന്നോ? അയാൾ ഒറ്റയ്ക്കായിരുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? നിങ്ങളുടെ ഫ്രണ്ടല്ല എന്ന് പറയാൻ എന്താണ് കാരണം? റൂമിൻ്റെ അകത്തുനിന്നും വെള്ളം വീഴുന്നതല്ലാതെ വേറെന്തെങ്കിലും ശബ്ദം നിങ്ങൾ കേട്ടിരുന്നോ? നിങ്ങൾ ബാൽക്കണിയിൽ കണ്ട രൂപത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും ആയുധങ്ങൾ ഉണ്ടായിരുന്നോ? ഇത്രയും ചോദ്യങ്ങൾ ഒരുമിച്ച് കേട്ടപ്പോൾ എൻ്റെ തലപെരുത്തു. ഞാൻ അവരോട് നല്ല ശബ്ദത്തിൽ സകല നിയന്ത്രണവും വിട്ട് നിങ്ങളെൻ്റെ റൂമിൽ പോയി ഒന്ന് നോക്കൂ പ്ലീസ്. അത് പറയുമ്പോൾ പേടി കൊണ്ട് എൻ്റെ കീഴ്ത്താടി കൂട്ടിയിടിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട ഓഫീസർ പിന്നെയൊന്നും ചോദിക്കാൻ നിന്നില്ല. റിലാക്സ്, ഓക്കെ എന്ന് പറഞ്ഞു. എന്നോട് കുറച്ച് പുറകോട്ട് മാറി നിന്നോളാൻ പറഞ്ഞു. അവർ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി. അവർ കയറിപ്പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയായിട്ട് പോലീസുകാർ പുറത്തേക്ക് വന്നില്ല. എനിക്കാകെ ടെൻഷനായി. പെട്ടെന്ന് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും നല്ല രീതിയിൽ വലിയൊരു ശബ്ദം. അത്രയും നേരത്തെ നിശബ്ദതയെ ഒരു വെടിയുടെ കണക്ക് ഭേദിച്ച് എൻ്റെ കാതുകളിൽ പതിച്ചു. ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടി. ഒന്നുകൂടി പുറകോട്ട് മാറി. ആ ശബ്ദം കേട്ട് ഒരു 20 മിനിറ്റ് നേരത്തേക്ക് അകത്തേക്ക് പോയ പോലീസ് ആരും തന്നെ പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. അതെന്നെ കൂടുതൽ ഭയപ്പെടുത്തി. എന്തോ ഒരു വള്ളിക്കേസ് ആയിരിക്കാനേ തരമുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു. പെട്ടെന്ന് തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നിടത്തേക്ക് മറ്റൊരു 4 വണ്ടി പോലീസ് എത്തി. ആകെ ഒച്ചയും ബഹളവുമായി. പോലീസിൻ്റെ റേഡിയോയിൽ നിന്നുള്ള ശബ്ദം വേറെ. അതിൽ നിന്നും വേറെ 4 പോലീസുകാരും ഇറങ്ങി. ആദ്യം അപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കി എന്തോ അവർ പരസ്പരം പറഞ്ഞു. അതിനുശേഷം അവരുടെ റേഡിയോയിൽ കൂടി എന്തൊക്കെയോ ആരൊക്കെയോമായി കമ്മ്യൂണിക്കേഷൻ ചെയ്തു. അതിനുശേഷം എൻ്റെ അടുത്തേക്ക് വന്ന് പഴയ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു. എനിക്കൊന്നിനും ശരിയായ രീതിയിൽ മറുപടി കൊടുക്കാൻ സാധിച്ചില്ല. ചോദ്യങ്ങളുടെ രീതി, അത് അവർ എന്നോട് ചോദിക്കുന്നതിൻ്റെ വേഗത, പിന്നെ എൻ്റെ ഭയം, ഇതൊക്കെ കൂടിയായപ്പോൾ ഞാൻ നിന്ന് വിൽക്കാൻ തുടങ്ങി. ഞാൻ നോക്കി നിൽക്കെ അവർ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ തുടങ്ങി. പുറത്തേക്ക് വരുന്നവരെല്ലാവരും തന്നെ നന്നായി ഭയന്നിട്ടുണ്ട്. മാത്രമല്ല അവരുടെ മുഖത്ത് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവർ ഭയക്കുന്നത് ഇത്രയ്ക്ക് പോലീസിനെ കണ്ടതുകൊണ്ടാണ്. മാത്രമല്ല ഒരു ഫ്ലാറ്റ് പോലും വിടാതെ എല്ലാവരെയും ഒഴിപ്പിക്കുന്നത് കണ്ടപ്പോൾ അവർ ഓരോരുത്തരും എന്തു പറ്റി എന്ന ചോദ്യങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തു നിന്നും വെടിയൊച്ചകളും അലർച്ചകളും കേൾക്കുന്നുണ്ട്. ഞാനാകെ വിളറി പിടിച്ച് മെഴുകി നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് 1-2 പോലീസുകാർ വന്ന് ഒരു വണ്ടിയിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഞാൻ എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചിട്ട് അവർ ഒന്നും തന്നെ പറഞ്ഞില്ല. നത്തിങ്, ഡോണ്ട് പാനിക്, ഓക്കെ, കൂളെന്ന് മാത്രമാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നെ നേരെ അവർ കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി റൂമിലിരുത്തി. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളവും തന്നു. കുറച്ച് കഴിഞ്ഞ് 2 പേർ സ്യൂട്ടൊക്കെ ഇട്ട് എൻ്റെ മുന്നിൽ വന്നിരുന്നു. അവർ സ്വയം പരിചയപ്പെടുത്താനോ എന്നെക്കുറിച്ച് ചോദിക്കാനോ ഒന്നും മുതിരാതെ നേരെ ഓരോ ചോദ്യത്തിലേക്ക് കടന്നു. നിങ്ങളുടെ സുഹൃത്ത് എവിടെയാണ് ജോലി ചെയ്യുന്നത്? അയാളുടെ ശരിക്കും ജോലി എന്താണ്? എപ്പോഴൊക്കെ അപരിചിതരായ ആളുകൾ തൻ്റെ റൂമിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്? തൻ്റെ റൂംമേറ്റ് എന്നു മുതലാണ് തൻ്റെ കൂടെ താമസം തുടങ്ങിയത്? തൻ്റെ റൂംമേറ്റുള്ള സമയത്ത് ആരൊക്കെ അയാളെ കാണാൻ വന്നിട്ടുണ്ട്? അതിനു മുമ്പ് അപ്പാർട്ട്മെൻറ്റിൽ തൻ്റെ റൂംമേറ്റിൻ്റെ മുറിയിൽ നിന്നും ഒരു 12 മണിക്കും 3 മണിക്കും ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദങ്ങളോ ഉച്ചത്തിലുള്ള സംസാരങ്ങളോ താൻ കേൾക്കാറുണ്ടോ, തൻ്റെ റൂംമേറ്റിൻ്റെ അല്ലാതെ?
ഇതുപോലെ പൊക്കമുള്ള ആളുകൾ ഈ ഒരു സമയപരിധിയിൽ തൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വെളിയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അടുത്ത ചോദ്യമായിരുന്നു ഏറ്റവും വിചിത്രം. തൻ്റെ റൂമിൽ രാത്രി ബെഡിൽ കിടന്നുറങ്ങുമ്പോൾ മുമ്പ് പറഞ്ഞ സമയത്തിൽ ആരെങ്കിലും തൻ്റെ ബെഡിനരികിൽ വന്നു നിൽക്കുന്നത് പോലെ, അതായത് ബാൽക്കണിയിൽ കണ്ടതുപോലെ എന്തെങ്കിലും രൂപത്തിനെ കണ്ടിട്ടുണ്ടോ? പിന്നീടത് മാഞ്ഞു പോകുന്നത് പോലെ. ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ ഞാൻ നന്നേ വിയർത്തു. മാത്രമല്ല, പോലീസ് ചോദിച്ച ചോദ്യങ്ങൾ കേട്ടപ്പോഴാണ് ഞാൻ മുമ്പ് എൻ്റെ തോന്നലായിരിക്കുമെന്ന് കരുതി വിട്ടുകളഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നത്. സാധാരണ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് 4 വിട്ടിട്ടാണ് സ്ഥിരം വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ റൂംമേറ്റിൻ്റെ മുറിയിൽ നിന്നും ചില വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. മുറിയിൽ നിന്ന് ചിലപ്പോഴൊക്കെ ഒരു കൗമാരക്കാരിയുടെ ശബ്ദം ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കാനൊന്ന് വട്ടം പിടിച്ച് വരുമ്പോഴേക്കും പൊടുന്നനെ നിലയ്ക്കും. മറ്റൊരു ദിവസം ഉറക്കത്തിനിടയിൽ ഒന്ന് മൂത്രമൊഴിക്കാൻ ബാത്റൂമിലേക്ക് നടന്നപ്പോൾ അരണ വെളിച്ചത്തിൽ ഞാൻ ബാത്റൂമിൻ്റെ ഡോർ തുറന്നു. അത് അകത്തൊന്നും ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. വാതിൽ തുറന്ന ഒരു ആചാരബാഹുവായ മനുഷ്യൻ ടോയ്ലറ്റ് ബോളിൽ ഇരിക്കുന്നത് കണ്ട് ഞാൻ പെട്ടെന്ന് പുറകോട്ട് മാറി. അന്നേരം ഞാൻ പാതി ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് ഐ ആം സോറി എന്ന് പറഞ്ഞ് തിരികെ റൂമിലേക്ക് നടന്നു. എൻ്റെ റൂംമേറ്റിൻ്റെ ഏതെങ്കിലും സുഹൃത്തായിരിക്കും എന്നാണ് അന്നേരം ഞാൻ കരുതിയത്. ഞാൻ കരുതി അടിച്ചതിൻ്റെ കെട്ടിറങ്ങാത്തതിൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ ഇമാതിരി ശബ്ദങ്ങളും കാഴ്ചകളുമൊക്കെ കാണുന്നതെന്ന്. ഞാൻ ഈ സ്യൂട്ടിട്ട എന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് പറഞ്ഞു. ഇതെല്ലാം അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ എഴുന്നേറ്റ് അതിനുശേഷം ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും അവിടേക്ക് തൽക്കാലം മാറിക്കൊള്ളാനും പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താങ്കളെ വീണ്ടും വിളിപ്പിക്കുമെന്നും പറഞ്ഞു. എൻ്റെ തിരിച്ചുള്ള ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ അവർ പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ ആ ഇൻട്രോഗേഷൻ മുറിയിൽ എന്നെ അവർ ഒറ്റയ്ക്കാക്കി വാതിൽ പുറത്തു നിന്ന് അടച്ചു. കുറച്ച് കഴിഞ്ഞൊരു പോലീസുകാരൻ അകത്തേക്ക് വന്ന് മുമ്പ് സ്യൂട്ടിട്ടയാൾ പറഞ്ഞ ഹോട്ടൽ റൂമിൻ്റെ കാര്യം വീണ്ടും പറഞ്ഞു. എൻ്റെ അപ്പാർട്ട്മെൻറ്റ് മൊത്തം സീൽ ചെയ്തിരിക്കുകയാണെന്നും എല്ലാം ഒന്ന് അണ്ടർ കൺട്രോൾ ആകുമ്പോൾ ഞങ്ങൾ അറിയിക്കാം, അപ്പോൾ തനിക്ക് തിരിച്ചങ്ങോട്ട് മാറാം എന്നും പറഞ്ഞു. ഞാൻ ആ പോലീസിനോട് എന്തു പറ്റി അവിടെ എന്ന് ചോദിച്ചു. 1-2 തവണ ചോദിച്ചെങ്കിലും അയാൾ ഒന്നും തന്നെ പറഞ്ഞില്ല. അതെന്നോട് പറയാൻ തൽക്കാലം നിർവാഹമില്ല എന്നും പറഞ്ഞു. എന്നെ ഒരുമാതിരി വല്ലാത്ത നോട്ടം നോക്കി. ആ പോലീസുകാരൻ എന്തിനെയോ ഭയപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി. എന്തോ കാണാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കാത്തത് കണ്ടതുപോലെയാണ് അയാളുടെ അപ്പോഴത്തെ മുഖഭാവത്തിൽ നിന്നും എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ അവർ അറേഞ്ച് ചെയ്ത ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. അന്ന് ഞാൻ ഉറങ്ങിയില്ല. അപ്പോഴേക്കും നേരം വെളുത്തു തുടങ്ങിയിരുന്നു. ഞാൻ ഹോട്ടൽ റൂമിലെ TV വെച്ച് നോക്കി. ഇത്ര ഒച്ചപ്പാടും ബഹളവുമൊക്കെ ആയതല്ലേ, എന്തായാലും അതൊരു ഹെഡ്ലൈൻ ന്യൂസ് ആയിക്കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. TV-യിൽ ന്യൂസുണ്ട്. ഇത് ഇങ്ങനെയാണ്: ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഒരു തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നുവെന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. ഞാനാകെ വണ്ടറടിച്ചിരുന്നു പോയി. തീപിടുത്തമോ? എന്ത് തീ? ഇവർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അന്ന് പകൽ കിടന്നുറങ്ങി വൈകിട്ട് എഴുന്നേറ്റു. ഹോട്ടൽ റൂം സർവീസ് ഭക്ഷണം എത്തിച്ചിരുന്നു. ഒരു 11 മണിയോടെ ഞാൻ കിടന്ന് ഒരു ശബ്ദം കേട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഞാൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് ഒന്ന് കാതോർത്തു. അതെ, ബാത്റൂമിൽ നിന്നാണ് ആ ശബ്ദം. ഷവറിൽ നിന്നും വെള്ളം ശക്തിയായി വീഴുന്നു. ബാത്റൂമിൻ്റെ ഡോർ അടഞ്ഞു കിടക്കുന്നുണ്ട്.